പഞ്ചാബിൽ നമുക്കറിയാം, അൺലൈക്ക് ഡൽഹി, പഞ്ചാബിൽ നമുക്കറിയാം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുകയാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവിടെ ഒരു സഖ്യം രൂപീകരിച്ച് പ്രതിപക്ഷമായി നിൽക്കുന്ന വളരെ ചെറിയ പാർട്ടിയായി നിൽക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സീറ്റ് അല്ലെങ്കിൽ 2 സീറ്റിൽ കൂടുതൽ മത്സരിക്കാൻ പോലുമുള്ള സാധ്യതയില്ലാത്തതിനാൽ അകാലിദൾ എന്ന് പറയുന്ന പാർട്ടി ശോഷിച്ച് ഏതാണ്ട് ബി ജെ പിക്ക് ഒരു സഖ്യകക്ഷിയായി അകാലിദളിനെ ആവശ്യമില്ല എന്ന് തോന്നിക്കുന്ന രീതിയിലേക്ക് അകാലിദൾ ചുരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അവിടുത്തെ യഥാർത്ഥ പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ മത്സരിക്കുമ്പോൾ രണ്ടുപേരും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അവിടെ ആം ആദ്മി പാർട്ടിക്ക് 13 സീറ്റിൽ ആം ആദ്മി പാർട്ടിക്ക് ഏറ്റവും കുറഞ്ഞത് 7 സീറ്റെങ്കിലും ജയിക്കാൻ സാധിക്കും. കോൺഗ്രസ് ഒരു 4 സീറ്റിൽ ജയിക്കും. ഇതാണ് അവിടുത്തെ ഇന്ത്യ മുന്നണിയുടെ കണക്കൂട്ടൽ. അങ്ങനെ വന്നാൽ പിന്നീട് വരുന്ന 2 സീറ്റിൽ ഒന്ന് ഭട്ടിൻ്റെയാണ്, അവിടെ ജയിക്കാൻ സാധ്യതയുള്ള അകാലിദളിനാണ്. കാരണം അകാലിദളിൻ്റെ പരമ്പരാഗതമായ ഒരു സീറ്റാണത്. പിന്നെ ഒരു സീറ്റുള്ളത് ജലന്ധറാണ്. ജലന്ധറിൽ ബി ജെ പി നന്നായി മത്സരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് ആം ആദ്മി പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച എം പി, ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച എം പി, കോൺഗ്രസിൻ്റെ എം പി ആയിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയാണ് ജയിച്ചത്. ആ വ്യക്തി ഇപ്പോൾ ബി ജെ പിയുടെ ടിക്കറ്റിൽ മത്സരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലോക്കലായി പ്രാദേശികമായി സ്വാധീനമുള്ളയാളാണ്. ഒരു സീറ്റ് ബി ജെ പി പഞ്ചാബിൽ നേടാനുള്ള സാധ്യതയുണ്ട്.